ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണേ. ഒന്ന് വിശാൽ പോകണം, പിന്നെ പരാഗിലും. ഇപ്പോൾ സമയം ഒരു 6:15 ഞങ്ങൾ ഓട്ടോ പിടിച്ചാൽ കളമശ്ശേരി പോയിട്ട് അവിടുന്ന് പിന്നെ മെട്രോന് പോയത്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനും ഷീക്കുട്ടി വിനോട്ടനും കൂടി വിശാൽ പോയിട്ടുണ്ടായി. അപ്പോൾ അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അന്ന് വിനോട്ടനൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായി, പക്ഷെ അത് ചെറുതായിട്ട് കീറിയിട്ടുണ്ടായി, അന്ന് കണ്ടില്ല. പിന്നെ എനിക്കൊരു ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായി. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എനിക്കെന്തോ അതൊക്കെ ക്വാളിറ്റി ഇല്ലാത്തോലെ തോന്നി. അപ്പോൾ അത് രണ്ടും റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ പരാഗയിൽ നിന്ന് എനിക്കൊരു സാരി മെറ്റീരിയൽ വാങ്ങിക്കണം, പിന്നെ അതിന് പറ്റിയൊരു ബ്ലൗസ് പീസും. പരാഗ എടപ്പള്ളി തുടങ്ങിയിട്ട് അധിക നാളൊന്നും ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ഡിസംബറിലെങ്ങാനും ഓപ്പൺ ആയതാണ്. പിന്നെ ഷീക്കുട്ടിക്ക് ഇവിടെ 3 ചേച്ചിമാരുണ്ട്, അതിലൊരാളാണിത് അക്ഷയ. പിന്നെ ഒരു അക്ഷയ ചേച്ചി കൂടിയുണ്ട്, ആളും എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. 3ാമത്തെ ആൾ ഗായത്രി, അവൾ വിശാൽ മാർട്ടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ 3 ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നാട് പാലക്കാടാണ്. പിന്നെ അവർക്ക് വളരെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങിയതാണ്. സ്റ്റേഷനിലെത്തി കുറച്ച് സമയം നിന്നപ്പോഴേക്കും ട്രെയിൻ എത്തി. ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളേലും ഇരിക്കാൻ സീറ്റ് കിട്ടിയ ഒരു സമാധാനം. അപ്പോൾ നമ്മൾ എടപ്പള്ളി ഇറങ്ങി. അവിടെ അക്ഷയ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഇതാണ് ഷീക്കുട്ടിൻ്റെ അക്ഷയ ചേച്ചി. ഈ കാണുന്നത് ലുലു മാളാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പോയത് വിശാൽ മാർട്ടിലേക്കാണ്. അപ്പോൾ പോണ വഴിയിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് പരാഗ്. അവിടെ എത്തിയപ്പോൾ ഷട്ടർ പകുതി അടച്ചിട്ട് കണ്ടു. പിന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചു ഇന്ന് ഓപ്പൺ അല്ലേന്ന്. അപ്പോൾ 7 മണിക്ക് തുറക്കും, 10 മണി വരെ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സമയം 6:45 എങ്ങാനും ആയിട്ടുണ്ടായി. ഇതാണ് ഗായത്രി ചേച്ചി ഷീക്കുട്ടിയുടെ. ഇത് നമ്മൾ വിശാൽ മാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട ഏകദേശ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ ലേഡീസിൻ്റെ കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ ചെരുപ്പ്, എല്ലാ ജെൻസിൻ്റെ ലേഡീസിൻ്റെ കുട്ടികളൊക്കെ ചെരുപ്പ്, ബാഗ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ജെൻസിൻ്റെ ഡ്രസ്സും, പിന്നെ ആൺകുട്ടികളുടെ കുറച്ച് ഡ്രസ്സ്, പിന്നെ കുട്ടികളുടെ ടോയ്സ്, ബുക്സ്, പെന്ന്, കളറ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്, പിന്നെ ബിസ്ക്കറ്റ്, മിക്ചർ, അങ്ങനെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും അവിടെയുണ്ട്. ചുമ്മാ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ കുറേ സമയം അവിടെ കളഞ്ഞിട്ടുണ്ടായി. സിയെ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കും, പിന്നെ അവിടെ തന്നെ വയ്ക്കും. ഒന്നും വാങ്ങിച്ച് തരണമെന്നൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രമേ ആൾ അവിടെ നിന്ന് എടുത്തുള്ളൂ. പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പം അയ്യോ ഇത് വാങ്ങിക്കായിരുന്നു അങ്ങനെ തോന്നും. അവിടെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും ചെറിയ റേറ്റ്, അങ്ങനെ വലിയ റേറ്റിൻ്റെ സാധനങ്ങളൊന്നുമില്ല, ചെറിയ റേറ്റിൻ്റെ സാധനങ്ങളാണ്. പക്ഷേ ചിലതൊക്കെ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, ചിലതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ഈ നീല കളറിൽ കാണുന്ന സാധനം അത് ലോണ്ടറി ബാസ്ക്കറ്റാണ്. അപ്പോൾ അതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായി, പക്ഷെ അന്ന് വാങ്ങിച്ചില്ല. വാങ്ങിക്കണത്തേന് എന്തായാലും ഞാനൊന്ന് വാങ്ങിക്കും. അത് ഇങ്ങനെ നോക്കിക്കുന്നത് എന്താ വെച്ചാൽ 2 റേറ്റിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായി. ഒന്ന് 599, ഒന്ന് 799, അങ്ങനെ എങ്ങാനും. പക്ഷേ ഈ ഒരൊറ്റ മോഡൽ പ്രൊഡക്റ്റേ അവിടെ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റേറ്റ് തന്നെ ഏതാണ് എന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കുറച്ച് സമയം നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് അവിടുന്ന് പോന്നു. പിന്നെയും ചുമ്മാ കുറേ സമയം ചുറ്റിക്കിറങ്ങി നോക്കി. ഷീക്കുട്ടി ഇതൊരു ലഞ്ച് ബോക്സൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഉണ്ടോ ലേസ്, ബിസ്ക്കറ്റ്, റസ്ക്,
പിന്നെ അരി, പിന്നെ പയറ് പരിപ്പ് അങ്ങനെയുള്ള എല്ലാ വക സാധനങ്ങളും അവിടെ ഉണ്ടെന്ന്. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്, ബാഗും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്ത് നമ്മളവിടെ നിന്ന് നേരെ ശരവണ ഭവനിലേക്ക് പോയി. അവിടുന്ന് ഒരു ഗീ റോസ്റ്റും ഷീക്കുട്ടി ഗീ റോസ്റ്റ് കഴിച്ചു, നമ്മൾക്ക് മസാല ദോശയും കഴിച്ച്. വയറൊക്കെ നിറച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പരാഗിലേക്ക് പോയി. അപ്പോഴേക്ക് സമയം 9 മണിയെങ്ങാനും ആയിട്ടുണ്ട് കേട്ടോ. സാരി ഞാൻ പെട്ടെന്ന് എടുത്ത്, പക്ഷേ ബ്ലൗസ് പീസ് കിട്ടാൻ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നുണ്ടായില്ല. അപ്പോൾ കുറേ സമയം തപ്പി. പിന്നെ വൈറ്റ് കളർ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇവർ ഗായത്രി അക്ഷയൊക്കെ പറഞ്ഞ് വൈറ്റ് എടുക്കണ്ട എന്നും പറഞ്ഞ് അവരൊരു ബ്ലൗസ് പീസ് സെലക്ട് ചെയ്തെന്ന്. അങ്ങനെ അതാണ് എടുത്തത്. പരാഗിൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ സെലക്ട് ചെയ്യാൻ സമയം കുറേ സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് സെലക്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പം രാത്രി ആയിട്ടൊന്നും പോകാൻ പാടില്ല, നമ്മളിപ്പം കുറച്ച് ലേറ്റ് ആയല്ലോ, കുറച്ച് സമയം വേണം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഇറങ്ങി ഒക്കെ സെലക്ട് ചെയ്ത് നോക്കി എടുക്കാം. പരാഗയിൽ നിന്ന് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ബസ്സിനാണ് കളമശ്ശേരിക്ക് വന്നത്. കളമശ്ശേരിക്ക് ബസ്സിന് വന്നപ്പോൾ വിനുവേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വിനുവേട്ടൻ നമ്മളെ കൂട്ടാൻ വന്നു. അപ്പോൾ വിനുവേട്ടൻ്റെ കൂടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. Okay, bye. See you.